ഹായ് മച്ചാനെ, നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് മച്ചാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് ഒരു ക്ലാസ് പോലുള്ളൊരു സ്റ്റഡിയാണിത്, ഒരു വീഡിയോയാണ്. തെങ്ങിൻ്റെ പോഷക പരിപാലനം മുതൽ തെങ്ങ് കൃഷിയിലെ വളപ്രയോഗവും അതുപോലെ തന്നെ തെങ്ങ് കൃഷിയിൽ സൂക്ഷ്മ ജീവകങ്ങളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള മണ്ണ് പരിശോധനയും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ ലഘു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. നമുക്കറിയാം, തെങ്ങ് ഒരു ബഹുവർഷ വിളയാണ്. അത് ഒരിക്കൽ പുഷ്പിക്കാൻ ആരംഭിച്ചാൽ ഒരു 6-7 പതിറ്റാണ്ട് കാലം സ്ഥിരമായിട്ട് വിളവ് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളവ് തരുന്ന തെങ്ങിൻ്റെ ഓരോ ഓലയും, അതായത് ഓലയുടെ ഉൽപ്പാദനം പറയുകയാണെങ്കിൽ 1 മാസം 1 ഓല എന്ന കണക്കിലാണ് ഓല വരുന്നത്. അപ്പോൾ ഈ ഓല ഓരോന്ന് വരുമ്പോഴും അതിൻ്റെ ഓരോ കവിളിലും ഓരോ കൂമ്പും ഉണ്ടാവും. ഇതാണ് തെങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. തെങ്ങിൻ്റെ ഉൽപാദനക്ഷമത കൂടുന്തോറും തെങ്ങിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്ന പോഷകമൂല്യങ്ങളുടെ അളവും കൂടും. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? ധാരാളം ഉൽപാദനക്ഷമതയുള്ള തെങ്ങിന് ശരിയായ രീതിയിലുള്ള പോഷക മൂലക വസ്തുക്കൾ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് തെങ്ങ് നമുക്ക് ഒരു കൽപ്പകവൃക്ഷമാണ്. ഈ കൽപ്പകവൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കൽപ്പകവൃക്ഷം അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ഒരു ഭാഗങ്ങളും വേസ്റ്റായിട്ട് കളയാനില്ല. എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപയോഗയോഗ്യമായിട്ടുള്ള ഒരു സസ്യമാണ് തെങ്ങ് എന്ന് പറയുന്നത്. അപ്പോൾ കൽപ്പവൃക്ഷം ആയ തെങ്ങിൻ്റെ ഏത് വശം നോക്കിയാലും മനുഷ്യന് ഉപയോഗപ്പെടുന്ന രീതിയിലാണ് എല്ലാ ഭാഗങ്ങളും. അതായത് ഓല, ചൂട്ട്, കൊതുമ്പ്, ഞാഞ്ഞിൽ എല്ലാം. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മളെ മനുഷ്യന് ആവശ്യത്തിന്, അതായത് ഉപകാരത്തിന് വേണ്ടിയിട്ട് അതിനെ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നീക്കം ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം തെങ്ങിൻ്റെ പോഷകമൂല്യങ്ങളുടെ ഒരു കലവറയാണ്. ഈ പോഷകമൂല്യങ്ങളുടെ കലവറ എന്ന് പറയുമ്പോൾ അത്രയും സസ്യഭാഗങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ചിട്ടയായ രീതിയിൽ, അതായത് ആവശ്യത്തിനുള്ള വളപ്രയോഗങ്ങളെല്ലാം കൊടുത്തിട്ട് നമ്മൾ പരിപാലനം നടത്തിയാലും ഇല്ലെങ്കിലും 45-ാം ദിവസം ഒരാളിനെ വിളിച്ച് തെങ്ങിൽ കയറ്റി തെങ്ങിൻ്റെ മണ്ടയിൽ നിൽക്കുന്ന എല്ലാ ഫലങ്ങളും, അതായത് തേങ്ങ, ഞാഞ്ഞിൽ, മണ്ട ഉൾപ്പെടെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ താഴെ ഇറക്കും. അത് ഈ 45-ഓ 50-ഓ നമുക്ക് വെട്ടുകാരനെ കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ എന്തായാലും തേങ്ങ വെട്ടിയിരിക്കും. അങ്ങനെ തേങ്ങ വെട്ടുമ്പോൾ തേങ്ങ വെട്ടുന്ന സമയത്തുള്ള ഭാഗങ്ങൾ തേങ്ങ, തൊണ്ട്, ഞാഞ്ഞിൽ, നേരത്തെ പറഞ്ഞ പോലെയുള്ള എല്ലാ സാധനങ്ങളും, കൊതുമ്പ്, അങ്ങനെയുള്ള പോഷകങ്ങൾ, അതായത് തെങ്ങ് ശേഖരിച്ച് വെച്ചിരുന്ന എല്ലാം നഷ്ടപ്പെടുകയാണ്. ഒരു തേങ്ങ വെട്ടുകാരനെ വിളിച്ചിട്ട് അതെല്ലാം നമ്മൾ വെട്ടി താഴെ ഇട്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഞാഞ്ഞിലും കൊതുമ്പും എല്ലാം, തൊണ്ടും എല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിൽ തീയരിക്കാനും മറ്റുമായിട്ട് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? നമ്മളെ തെങ്ങെന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും അത് നീക്കം ചെയ്യപ്പെടുകയും അപ്പോൾ അത്രയും പോഷകങ്ങളുടെ ഒരു നഷ്ടം ആ തെങ്ങിനുണ്ടാവുകയും ചെയ്യുകയാണ്. ആ ഒരു കാരണം കൊണ്ട് ഈ തെങ്ങിൻ്റെ പരിപാലന മാർഗങ്ങൾ ചിട്ടയായി ചെയ്യേണ്ടതാണ്. തെങ്ങ് മാറ്റി മറ്റേത് ഭക്ഷ്യ വൃക്ഷങ്ങളാണെങ്കിലും, അതായത് പ്ലാവ്, മാവ്, ഏതായാലും. അപ്പോൾ ഈ പ്ലാവിനോ മാവിനോ ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ ചക്ക പിടിക്കുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ പൊഴിഞ്ഞ് ഇതിൻ്റെ താഴേക്ക് ചുവട്ടിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇതാരും വാരിക്കൊണ്ട് പോകുന്നില്ല. അതായത് ഇതിൻ്റെ ചുവട്ടിലേക്ക് വീഴുന്നതെല്ലാം നമ്മൾ തെങ്ങിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം നുള്ളിപ്പറക്കൊണ്ട് പോകും പോലെ ഒരു കാരണവശാലും പ്ലാവിൻ്റെ മാവിൻ്റെ മൂട്ടിൽ നിന്നും എല്ലാം പറക്കൊണ്ട് പോകുന്നില്ല. അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ താഴെ വീണ് അത് വളമായി മാറി അത് അടിഞ്ഞ് മണ്ണിലേക്ക് ലയിച്ച് ചേരുകയാണ് പതിവ്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാം? കുറച്ച് പോഷകങ്ങൾ ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്ന, മാവിൽ നിന്നും മരത്തിൽ നിന്നുമൊക്കെ
ഒക്കെ നഷ്ടപ്പെടുന്നത് തിരിച്ചും അതിന് കിട്ടുന്നുണ്ട്. അതേസമയം തെങ്ങിന് നമ്മൾ മനഃപൂർവ്വമായിട്ട് പുതയിടാൻ വേണ്ടിയിട്ട് തെങ്ങിൻ്റെ ഓല വെട്ടിയിടുകയോ ഇതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ച് തെങ്ങിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന വേസ്റ്റുകൾ താഴെ ചുവട് ഭാഗത്ത് ഒരു കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ ഒരു തെങ്ങിൻ്റേതായ ഒരു പോഷകമൂല്യങ്ങളും തെങ്ങിൻ്റെ ചുവട്ടിൽ എത്തില്ല. മറ്റ് വൃക്ഷങ്ങൾക്ക് കിട്ടുന്നത് പോലെ ഒന്നും തെങ്ങിന് കിട്ടില്ല. അതായത് നമ്മൾ എല്ലാം കൊടുക്കണമെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ തെങ്ങിന് ചിട്ടയായ പോഷക പരിപാലന രീതികൾ വേണമെന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പോഷകമൂലകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സസ്യത്തിനും അവരുടെ ജീവചക്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 17 അവശ്യ മൂലകങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതിനകത്ത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന ആദ്യത്തെ 3 മൂലകങ്ങൾ, അത് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ അത് പ്രത്യേകമായി നമ്മൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം NPK എന്ന് പറഞ്ഞാൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അത് പ്രാഥമിക മൂലകങ്ങളാണ്. അവ കിട്ടാനായിട്ട് അത് ദ്വിതീയ മൂലകങ്ങളെക്കാളും സൂക്ഷ്മ മൂലകങ്ങളെക്കാളും കൂടിയ അളവിൽ കിട്ടേണ്ടതായതുകൊണ്ടാണ് പ്രാഥമിക മൂലകങ്ങളായി, അല്ല എങ്കിൽ പ്രൈമറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതിന് തൊട്ടു താഴെ വരുന്നതാണ് ദ്വിതീയ മൂലകങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂട്രിയൻസ്. അവരുടെ പ്രാധാന്യം ഒരിക്കലും സെക്കൻഡറി അല്ല, പ്രധാനം തന്നെയാണ്. അവയുടെ അളവ് പ്രാഥമിക മൂലകങ്ങൾക്ക് വേണ്ട അത്രയും വേണ്ട. അതാണ് കാൽസ്യം, സൾഫർ എന്നീ മൂലകങ്ങൾ. പിന്നെ നമ്മൾ പറയുന്നത് സൂക്ഷ്മ മൂലകങ്ങളാണ്. ഈ സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അയൺ, ഇരുമ്പ്, മാംഗനീസ്, കോപ്പർ അല്ലെങ്കിൽ ചെമ്പ്, സിങ്ക്, ബോറോൺ, ഫ്ലോറിൻ, നിക്കൽ തുടങ്ങിയ ഇതാണ് സൂക്ഷ്മ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സസ്യങ്ങൾക്ക് ആവശ്യമുള്ള അവശ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ അവശ്യ മൂലകങ്ങൾക്കും ഓരോരോ ഫങ്ഷനുകളുണ്ട്. ഇപ്പോൾ നൈട്രജൻ ആണെങ്കിൽ ഓലകൾക്ക് പച്ച നിറത്തിനും അതുപോലെ തന്നെ ഓലകളുടെ വളർച്ചയ്ക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊട്ടാഷ് എന്ന് പറഞ്ഞാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിൽ നിന്നും ഏറ്റവും അധികം നീക്കം ചെയ്യുന്ന ഒരു മൂലകമാണ് പൊട്ടാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് കീടരോഗ ശല്യം ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ ജലസന്തുലിതാവസ്ഥ, അതായത് വരൾച്ചയെ ചെറുക്കാനും, അതായത് വേനൽ സമയത്ത് ചെടികളെ അല്ലെങ്കിൽ തെങ്ങിനെ പ്രതിരോധിച്ച് നിർത്താനും, അതിനുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നതിനും, അല്ലെങ്കിൽ മറ്റ് സ്ട്രെസ്സുകൾക്കെതിരെ ഉള്ള ഒരു പ്രതിരോധം നൽകുന്നതിനും ഈ പൊട്ടാസ്യത്തിന് വളരെയധികം പങ്കുണ്ട്. അതുമാത്രമല്ല, മികച്ച ഉൽപാദനത്തിനും അതുപോലെ തന്നെ മച്ചങ്ങ ഉണ്ടാകുന്നതിനും, ഉണ്ടായ മച്ചങ്ങകൾ മൂപ്പെത്തിയ തേങ്ങയായി മാറുന്നതിനും ഇതിനൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഈ പൊട്ടാഷ്. അതുപോലെ തന്നെ പാവകമല്ല എങ്കിൽ ഫോസ്ഫറസിന് വേരിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മറ്റ് മൂലകങ്ങൾ, അതായത് നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ശരിയായ പ്രവർത്തനത്തിനും വേണ്ടി ഫോസ്ഫറസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ കേരളത്തിലെ മണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ ആധിക്യമാണ്, അതായത് ആവശ്യത്തിലധികമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ മണ്ണ് പരിശോധന ചെയ്തു നോക്കുക. അപ്പോൾ ഫോസ്ഫറസിൻ്റെ അളവ് 10 ppm മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോസ്ഫറസിൻ്റെ ഉപയോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ വേറെ മൂലകങ്ങളുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തും. അപ്പോൾ ഉദാഹരണത്തിന് സിങ്കും ബോറോണും ഒക്കെ ആയിട്ട് പ്രവർത്തനം നടത്തിയിട്ട് അതിൻ്റെ ലഭ്യത കുറയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് പാവകത്തിൻ്റെ അളവ് നോക്കുക എന്ന് പറയുന്നത്. ഇനി മറ്റ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് കാൽസ്യം, മഗ്നീഷ്യം.
കാൽസ്യം നമുക്കറിയാം ഓലകളുടെ ദൃഢതയ്ക്കും അതുപോലെ മറ്റ് എൻസൈമുകളുടെ പ്രവർത്തനത്തിനും അങ്ങനെ ഉൽപാദനം ക്രമീകരിക്കുന്നതിനും ഉപകരിക്കുന്ന ഒരു എലിമെൻ്റാണ് കാൽസ്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മെഗ്നീഷ്യം. മെഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, സസ്യങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യുന്നതിന് ഹരിതകം എന്ന വസ്തുവിൻ്റെ സഹായത്തോടെയാണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന കേന്ദ്രമൂലകം എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. അപ്പോൾ ഓലകൾക്ക് പച്ചനിറം നൽകുന്നതിനും അതുപോലെ പ്രകാശ സംശ്ലേഷണം, അതായത് ഫോട്ടോസിന്തസിസ്, സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്ന രീതിയെയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്ത് ഉൽപ്പന്നമാക്കി മാറ്റുന്ന ആ പ്രക്രിയയ്ക്ക് മഗ്നീഷ്യം വളരെയധികം ആവശ്യമാണ്. ഇനി അടുത്തതായി പറയുന്നത് സൾഫർ എന്ന് പറഞ്ഞാൽ അത് എണ്ണക്കുരു വിളകൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു മൂലകമാണ്. അതായത് എണ്ണ ഉൽപാദനത്തിനും കൊപ്രയുടെ മികവിനും വേണ്ടതാണ് സൾഫർ എന്ന മൂലകം. അടുത്തതായി വരുന്നത് ബോറോൺ. തെങ്ങുകളുടെ പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് ബോറോൺ എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ മൂലകമാണ്. അത് ഈ വെള്ളയ്ക്ക ഉണ്ടാകുന്നതിനും, വെള്ളയ്ക്ക എന്ന് പറഞ്ഞാൽ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് പെൺപൂക്കളാണ്. അപ്പോൾ വെള്ളയ്ക്ക ഉണ്ടാകുന്നതിനും പൂമ്പൊടി ഉണ്ടാകുവാനും എന്നിട്ട് എന്ത് ചെയ്യണം, പരാഗണം നടന്ന് പരാഗണ നാളി വികസിക്കുന്നതിനും വേണ്ടുന്ന ഒരു എലിമെൻ്റാണ് ബോറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോറോണിൻ്റെ അഭാവം വളരെയധികം നമ്മുടെ മണ്ണിൽ കാണുന്നുണ്ട്. അങ്ങനെ ബോറോണിൻ്റെ അഭാവം മണ്ണിൽ കണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ വെള്ളയ്ക്ക കൊഴിഞ്ഞു പോകുവാനും പൂങ്കൊല കരിയാനും അങ്ങനെ ഉള്ള അഭാവ ലക്ഷണങ്ങൾ തെങ്ങിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോറോൺ എന്ന സൂക്ഷ്മ മൂലകം തെങ്ങിന് വളരെയധികം ആവശ്യമാണ്. ഇപ്പോൾ മണ്ണ് പരിശോധനയിൽ അതിൻ്റെ അളവ് നോക്കിയതിന് ശേഷം വേണം നമ്മളെ ഈ ബോറാക്സ് എന്ന് പറയുന്ന മൂലകം ഇട്ടുകൊടുക്കുക, സൂക്ഷ്മ മൂലകം ഇട്ടുകൊടുക്കാൻ. അപ്പോൾ വെള്ളയ്ക്ക പൊഴിയൽ തീർന്ന് മൂപ്പത്തിയ തേങ്ങയായി മാറുന്നതിന് ബോറോണിൻ്റെ സഹായം നമുക്ക് വേണം. നമുക്കല്ല, തെങ്ങിന് വേണം. ഇനി ഇതൊക്കെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി തെങ്ങിന് വേണ്ടുന്ന സംയോജിത വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ അതിനുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും അമ്ലത്വം ലഘൂകരിക്കൽ. അമ്ലത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അമ്ലത്വം എന്ന് പറഞ്ഞാൽ മണ്ണിലെ pH. ഈ pH ആണ് മണ്ണിലെ ലവണാംശവും അതുപോലെ തന്നെ ചാരത്തിൻ്റെയും അളവ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അമ്ലത്വ ഗുണമുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഒരു pH സ്കെയിലിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ, 7ൽ കുറവുള്ളത് അമ്ലത്വം, 7ൽ കൂടുതലുള്ളത് ക്ഷാരാവസ്ഥയും. അപ്പോൾ 7ൽ കുറവ് അമ്ലത്വമല്ല, കഠിനാമ്ലത്വം. അങ്ങനെ അമ്ലത്വത്തെ പല രീതിയിൽ തിരിച്ചിട്ടുണ്ട്. കഠിനാമ്ലത്വം, മിതമായ അമ്ലത്വം, അങ്ങനെ വിവിധ രീതിയിൽ തിരിച്ചിട്ടുണ്ട്. സസ്യങ്ങൾക്ക് ശരിയായ അളവിൽ പോഷകങ്ങൾ വലിച്ചെടുക്കാനും അതുപോലെ തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്താനും ആവശ്യമായ ഒരു pH എന്ന് പറയുന്നത് 6 മുതൽ 6.5 വരെയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ സംയോജിതമായിട്ട്, എന്താണ് ഈ സംയോജിത വളം? സംയോജിത വളം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജൈവവളങ്ങൾ മാത്രമല്ല നൽകുന്നത്, അല്ലെങ്കിൽ ജീവാണുവളങ്ങൾ മാത്രമല്ല, രാസവളങ്ങൾ മാത്രമല്ല, രാസവളങ്ങളും ജൈവവളങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് സംയുക്തമായിട്ടുള്ള ഒരു പരിപാലന മാർഗമാണ് സംയോജിത വളപ്രയോഗ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു ഘടകമാണ് അമ്ലത്വം ലഘൂകരിക്കുക എന്നത്. അതുപോലെ ജൈവാംശം വർദ്ധിപ്പിക്കുക. പിന്നെ ഇപ്പം പറഞ്ഞതുപോലെയുള്ള പോഷകമൂലകങ്ങളെല്ലാം ലഭ്യമാക്കണമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസർ, അതായത് രാസവള പ്രയോഗം. അപ്പോൾ ജൈവാംശം വർദ്ധിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചാൽ, ജൈവാംശം എന്ന് പറഞ്ഞാൽ 50% മണ്ണിലെ ഖരാവസ്ഥ എന്ന് പറയുന്നത്. അതിൽ 45% മിനറൽ ധാതു ലവണങ്ങളും 5% മാത്രമാണ് ജീവാംശം എന്ന് പറയുന്നത്.
അപ്പോൾ ഈ 5% ജീവാംശമാണ് മണ്ണിൽ ജീവസുള്ളതാക്കി മാറ്റുന്നത്. അപ്പോൾ ആ 5% ജീവാംശം വർദ്ധിപ്പിക്കുവാൻ, ആ മണ്ണിൻ്റെ ഘടന വർദ്ധിപ്പിക്കുവാനും, ആ മണ്ണിൻ്റെ പോഷകമൂലകങ്ങളും അതുപോലെ ജലവും സംരക്ഷിച്ച് വയ്ക്കുവാനുള്ള ആ ഒരു കപ്പാസിറ്റി കൂട്ടുന്നതിനും ജൈവാംശത്തിന് ആവശ്യമാണ്. മാത്രവുമല്ല, സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനും, എന്നാൽ മാത്രമേ മണ്ണിലടങ്ങിയിരിക്കുന്ന പോഷകമൂലകങ്ങൾ ന്യൂട്രിയൻ സർക്കിൾ എന്ന് പറയും. ആ ന്യൂട്രിയൻ ചക്രത്തിൽ കൂടി സൂക്ഷ്മജീവികളുടെ സഹായത്താലുള്ള ന്യൂട്രിയൻ സർക്കിളിൽ കൂടി സസ്യത്തിന് വലിച്ചെടുക്കാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അമ്ലത്വം ലഘൂകരിക്കൽ, ജീവാംശം വർദ്ധിപ്പിക്കൽ, പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പോഷകമൂലകങ്ങൾ നൽകുക. അതല്ലാതെ ഇതിൽ ഒരു കമ്പോണൻ്റ് മാത്രം എടുത്ത് നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമുക്കതിന് ചില കോർഡിനേറ്ററുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും മണ്ണിൻ്റെ അമ്ലത്വം ലഘൂകരിക്കാതെ അവർക്ക് രാസവളം മാത്രം ചെയ്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ അസിഡിറ്റി വളരെയധികം കൂടി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ തന്നെ നമ്മുടെ വയറിലെ ഗ്യാസ് അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരമൊന്നും നമുക്ക് ദഹിക്കില്ല. അങ്ങനെ ദഹിക്കാത്ത ഒരവസ്ഥയിൽ എന്താ ചെയ്യുക? നമ്മൾ കഴിച്ച ആഹാരം കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെയാണ് സസ്യങ്ങൾക്കും. മണ്ണിലെ അമ്ലത്വം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ആവശ്യത്തിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വേരിൻ്റെ വളർച്ചയെ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും എന്തു ചെയ്യണം? മണ്ണിൻ്റെ അമ്ലത്വം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഘടകങ്ങളെല്ലാം ഒന്നോടൊന്ന് തന്നെ ആവശ്യമാണെന്ന് പറയുക. അപ്പോൾ അമ്ലത്വം ലഘൂകരിക്കാനായി ചെയ്യുന്ന ഒരു മാതൃകാ രീതിയാണ് കുമ്മായമിടുക എന്ന് പറയുന്നത്. അത് തെങ്ങിനെ സംബന്ധിച്ച് കുമ്മായമോ നീറ്റുകക്കയോ ഡോളോമേറ്റോ നമ്മൾ 1 കിലോ കുമ്മായമാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ 1 കിലോ ഡോളോമേറ്റോ കുമ്മായമോ. ഡോളോമേറ്റ് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റുകളാണ്. അപ്പോൾ സാധാരണയായി നമ്മളെ മണ്ണിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവായി കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോളോമേറ്റ് ആയിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ട് വരുന്നത്. അപ്പോൾ ഡോളോമേറ്റോ കുമ്മായമോ ഇട്ട് മണ്ണിൻ്റെ അമ്ലത്വം ലഘൂകരിക്കാനാണ് ഈ കുമ്മായ വസ്തുക്കൾ ഇടുന്നത്. ഈ കുമ്മായ വസ്തുക്കൾക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. കുമ്മായമിടുമ്പോൾ മണ്ണിൽ ഈർപ്പാംശം ഉണ്ടായിരിക്കണം. കാര്യം മണ്ണിൽ എന്ത് ചെയ്യുകയാണ്? കുറേ രാസപ്രവർത്തനങ്ങൾ വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടി നടന്നിട്ടാണ് ഈ അസിഡിറ്റി, ഈ ഹൈഡ്രജൻ അയണുകളെയൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ അതിനായിട്ട് മണ്ണിൽ എന്ത് ചെയ്യണം? മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ മണ്ണ് നന്നായി ഇളക്കി ചേർക്കണം. ഇളക്കി ചേർത്താൽ മാത്രമേ ആ ഒരു റിയാക്ഷൻ നടക്കൂ. ഇങ്ങനെ കുമ്മായമിടുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് പോഷകമൂല്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നതോടൊപ്പം സൂക്ഷ്മ ജീവാണുക്കളുടെ പ്രവർത്തനവും ശരിയാക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ കുമ്മായത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെയൊക്കെ അളവ് കൊണ്ട് നന്നായി കുമ്മായവും ഡോളോമേറ്റും ഒക്കെ ഇട്ട് കൊടുക്കുന്ന മണ്ണിൽ സൂക്ഷ്മജീവികൾ നന്നായി പ്രവർത്തിക്കും എന്ന് മാത്രമല്ല, ഞങ്ങളുടെ പരീക്ഷണങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നത് മണ്ണിരയുടെ പ്രവർത്തനം നന്നായി മെച്ചപ്പെടുവാനായിട്ട് സാധിക്കും. അതായത് മണ്ണിരയുടെ പ്രസൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണ് ആരോഗ്യത്തോടെ നിലനിർത്താനായിട്ട് കുമ്മായമിടുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ രാസവളം ഇടുന്നതിനും കുമ്മായം ഇടുന്നതിനും എപ്പോഴും ഒരു ഇടവേള നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇടവേള എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് കുമ്മായവും രാസവളവും ഒന്നും ഒരുമിച്ച് കൂട്ടിയാൽ കൂടില്ല. കുമ്മായത്തിൽ അല്ലെങ്കിൽ ഡോളോമേറ്റിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും മഗ്നീഷ്യവും മറ്റ് പൊട്ടാസ്യവുമായിട്ടൊക്കെ പ്രതിപ്രവർത്തനം ചെയ്ത് പൊട്ടാസ്യത്തിന് മണ്ണിൽ ലഭ്യത കുറയ്ക്കും. മാത്രവുമല്ല, യൂറിയ ഇട്ട് കൊടുക്കുമ്പോൾ യൂറിയയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ കുമ്മായത്തിൻ്റെ ക്ഷാരാവസ്ഥയിൽ നൈട്രജൻ എല്ലാം എന്ത് സംഭവിക്കും? ചെടിക്ക് കിട്ടാത്ത രീതിയിൽ അമോണിയയായിട്ട് അന്തരീക്ഷത്തിലേക്ക് ഇഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ആ സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇവ തമ്മിലൊരു ഇടവേള കൊടുക്കുന്നതാണ് കുമ്മായവും
ഡോളോമേറ്റും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം മണ്ണിൽ ഇളക്കി ചേർത്തതിന് ശേഷം 15 ദിവസം കഴിഞ്ഞ് രാസവളങ്ങളായാലും ജൈവവളങ്ങളായാലും ഇടണം എന്ന് പറയുന്നത്. അപ്പോൾ തെങ്ങിന് എപ്പോഴാണ് കുമ്മായപ്പൊടി ഇടുന്നത് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നനവിൻ്റെ അംശമുള്ള സമയത്ത് മണ്ണിൽ കുമ്മായമിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കുക. ഇനി വളപ്രയോഗ ഷെഡ്യൂൾ എന്ന് പറയുന്നത് മഴയെ ആശ്രയിച്ചുള്ള സമയമാണ്. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ 2 സമയമാണ് ലഭിക്കുന്നത്, ഇടവപ്പാതിയും തുലാവർഷവും. ഇടവപ്പാതിയിൽ നമുക്ക് ലഭിക്കുന്ന മഴ നല്ല കാഠിന്യത്തോടു കൂടിയ മഴയാണ്. അതായത് തുലാവർഷം എന്ന് പറയുന്നത് അത്ര കാഠിന്യ മഴ കിട്ടുന്ന സമയമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കൂടുതൽ മഴ ലഭിക്കുന്ന സമയത്ത് കുറച്ച് വളം കൊടുക്കുക. അപ്പോൾ എന്താണ്, നമ്മൾ മഴ കൂടുതലുള്ള സമയത്ത് ധാരാളം വളം കൊടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് ഒലിച്ചു പോകും. അതുകൊണ്ട് ഇടവപ്പാതിയുടെ സമയത്ത് മൊത്തം ശുപാർശ ചെയ്യുന്ന വളത്തിൻ്റെ 1/3 ഭാഗം മാത്രം കൊടുക്കുക. തുലാവർഷ സമയത്ത് മൊത്തം ശുപാർശ ചെയ്യുന്ന വളത്തിൻ്റെ 2/3 ഭാഗം കൊടുക്കാനും ശ്രമിക്കുക. അതിലൂടെ നഷ്ടം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വളം ചെയ്യുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മണ്ണിൽ പരമാവധി ഈർപ്പമുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ സസ്യത്തിന് അത് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് വളപ്രയോഗം ചെയ്യണ്ട, കാരണം അതെല്ലാം ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വളമെല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമുക്ക് നഷ്ടമുണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ജലസേചന സൗകര്യങ്ങളുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് ജലസേചനത്തിന് സൗകര്യമുണ്ടെങ്കിൽ 3-4 തവണയായിട്ട് നിങ്ങൾക്ക് വളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ കാര്യക്ഷമത കിട്ടുന്നത്. കാര്യമെന്ന് പറഞ്ഞാൽ എപ്പോഴും അത് നഷ്ടം കുറയ്ക്കും. അത് നമ്മളായാൽ പോലും എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കാതെ ഒരു 3-4 നേരമായിട്ട് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ശരിയായ രീതി. അപ്പോൾ കൂടുതൽ തവണകളായിട്ട് ഇത് കൊടുക്കുന്നതാണ് ഈ പോഷകങ്ങൾ വലിച്ചെടുക്കാനും ആഗിരണം ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ മഴയെ ആശ്രയിച്ചാണെങ്കിൽ നമുക്ക് 2 തവണ വളം ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതേസമയം ജലസേചന സൗകര്യമുണ്ടെങ്കിൽ അവർക്ക് 4 തവണയോ 5 തവണയോ വളപ്രയോഗം ചെയ്യാം. അപ്പോൾ എത്ര തവണ കൂട്ടുന്നോ അതനുസരിച്ച് അതിൻ്റെ കാര്യക്ഷമത, അതായത് തെങ്ങിനത് കിട്ടാൻ കൂടുതൽ പ്രാപ്തമാകുന്നു. അപ്പോൾ സംയോജിത വളപ്രയോഗ രീതിയിൽ NPK പ്രാഥമിക മൂലകങ്ങൾ നീക്കം ചെയ്യുന്ന പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 2:1:3 എന്ന അനുപാതത്തിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു അനുപാതമുള്ളത് കൊണ്ടാണ്. അപ്പോൾ 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 500, 300, 1500, 1000 എന്നുള്ള NPKയുടെ ഇതിൽ 1 കിലോ യൂറിയ, 1.5 കിലോ മസൂരി ഫോസ്ഫറസ്, 2 കിലോ പൊട്ടാഷ്. അപ്പോൾ ഇരട്ടിയായിട്ട് വരും. അതായത് യൂറിയ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ടാണ് പൊട്ടാഷ് കൊടുക്കുന്നത്. ഈ തെങ്ങിൻ്റെ വളപ്രയോഗ രീതി എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ചിന്തിക്കുക. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ മഴയെ ആശ്രയിച്ചുള്ള രീതിയിലും നമ്മൾ 2 തവണ കൊടുക്കും. അങ്ങനെ 2 തവണ കൊടുക്കുമ്പോൾ മഴയുടെ തോതനുസരിച്ച് ആദ്യത്തെ മഴയുടെ സമയത്ത് 1/3 ഭാഗവും രണ്ടാമത്തെ മഴയുടെ സമയത്ത് 1/2 ഭാഗവും. ഇതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഘടകം. ഇനി തെങ്ങിൻ്റെ പ്രായമനുസരിച്ച് കൊടുക്കേണ്ട തോത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ തൈത്തെങ്ങിന് കൊടുക്കുന്നതല്ല വലിയ തെങ്ങിന് കൊടുക്കുന്നത്. തൈത്തെങ്ങിൽ തന്നെ നട്ടിട്ട് 3 മാസം കഴിഞ്ഞുള്ള തൈക്കും 1 വർഷം കഴിഞ്ഞിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും ഇട്ട് കൊടുക്കുന്നതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ 2 ഘടകങ്ങൾ, തൈകളുടെ പ്രായവും കൊടുക്കേണ്ട സമയം വെച്ചാണെങ്കിൽ ആദ്യത്തെ മഴയുടെ സമയത്ത് 1/3 ഭാഗവും രണ്ടാമത്തെ മഴയുടെ സമയത്ത് 1/2 ഭാഗവും ആണ് കൊടുക്കേണ്ടത്. ഇനി കൊടുക്കേണ്ടുന്ന അളവ് തൈകളുടെ പ്രായമനുസരിച്ച്, അതായത് മേയിൽ നമ്മൾ തൈകൾ നടുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ആദ്യ വളം ചെയ്യാം. അത് എങ്ങനെ കണക്കാക്കുന്നെന്ന് പറഞ്ഞാൽ തൈകൾ നട്ട് ആദ്യത്തെ ഓല വരുമ്പോൾ ഏകദേശം 3 മാസം കൊണ്ട് ഒരു പുതിയ ഓല വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് മൊത്തം ശുപാർശ ചെയ്തിട്ടുള്ള വളത്തിൻ്റെ 10-1 ഭാഗം, 1/10, 10-1 ഭാഗമാണ് തൈ നട്ട് ഒരു 3 മാസം പ്രായമാകുമ്പോൾ കൊടുക്കേണ്ടുന്ന വളരീതി.
അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം നമുക്ക് മൊത്തം ശുപാർശ ചെയ്ത വളത്തിൻ്റെ 1/3 ഭാഗവും 2 വർഷം കഴിഞ്ഞിട്ട് മൊത്തം ശുപാർശ ചെയ്ത വളത്തിൻ്റെ 2/3 ഭാഗവുമാണ് കൊടുക്കേണ്ടത്. 3 വർഷത്തിന് ശേഷം ഫുൾ ഡോസ്, അതായത് പ്രായമായ തെങ്ങുകൾക്ക് കൊടുക്കുന്ന അതേ രീതി 500, 300, 200, 1200 എന്നുള്ള രീതിയിലാണ് NPK കൊടുക്കുന്നത്. അപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട്, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ, അതായത് മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, ആ സമയത്തല്ലേ നമ്മൾ ഈ തൈ വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറിൽ കൊടുക്കാം. അത് 1/10, 110 ഗ്രാം യൂറിയ, 150 ഗ്രാം രാജ്ഫോസ്, 170 ഗ്രാം പൊട്ടാഷ്. ഇതാണ് നട്ട് 3 മാസം കഴിഞ്ഞുള്ള തൈകൾക്ക് ആദ്യത്തെ തവണ കൊടുക്കേണ്ടത്. ഇനി 1 വർഷത്തിന് ശേഷം, അതായത് മെയ്യിൽ നട്ട തെങ്ങിന് അടുത്ത വർഷം മെയ് ആവുമ്പോഴേക്കും 1/3, അതായത് ആദ്യത്തെ മഴയുടെ സമയത്ത് 1/3 ഭാഗം, അതായത് കൊടുക്കുന്ന അളവെന്ന് പറഞ്ഞാൽ മൊത്തം ശുപാർശ ചെയ്ത വളത്തിൻ്റെ 1/3 ഭാഗം. അപ്പോൾ അതിൻ്റെ 1/3 ആണ് 120 ഗ്രാം യൂറിയ, 170 ഗ്രാം രാജ്ഫോസ്, 190 ഗ്രാം പൊട്ടാഷ്. അതുപോലെ രണ്ടാം മഴയുടെ സമയത്ത് 2/3 ഭാഗവും കൊടുക്കാം. ഇനി 2 വർഷത്തിന് ശേഷം മൊത്തം ശുപാർശ ചെയ്ത വളത്തിൻ്റെ 2/3 ഭാഗം, 2/3 ഭാഗത്തിൻ്റെ 1/3 ആണ്, അതായത് 1/3, 1/3 ഭാഗം ആദ്യം കൊടുക്കുക, പിന്നെ രണ്ടാമത്തെ മഴയുടെ സമയത്ത് കൊടുക്കാം. ഇനി 3 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് കായ്ക്കുന്ന തെങ്ങിന് കൊടുക്കുന്ന അതേ ശുപാർശയാണ്. ആ ശുപാർശയിൽ 365 ഗ്രാം യൂറിയ, 500 ഗ്രാം രാജ്ഫോസ്, 565 ഗ്രാം പൊട്ടാഷ്. ഇനി രണ്ടാം മഴയുടെ സമയത്ത് 230 ഗ്രാം യൂറിയ, 1000 ഗ്രാം രാജ്ഫോസ്, അതായത് 1 കിലോ രാജ്ഫോസ്, 1100 ഗ്രാം പൊട്ടാഷ്. ഇത്രയുമാണ് നൽകേണ്ടുന്ന വളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ തൈകൾ നട്ട് ആദ്യ 3 മാസങ്ങൾക്ക് ശേഷം വളപ്രയോഗം നമുക്ക് തുടങ്ങാം. 1-ാം വർഷം 1/3 ഭാഗവും, 2-ാം വർഷം 2/3 ഭാഗവും, 3-ാം വർഷം മുഴുവനും കൊടുക്കാം. ഇനി നമ്മൾ തടമെടുക്കുന്നതിൻ്റെ ഒരു രീതിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വേനൽ മഴ തടഞ്ഞു നിർത്തി ഈർപ്പമേകുവാനും തടം എടുക്കുന്നു. അതുപോലെ തന്നെ മണ്ണിന് ഇളക്കവും അതുപോലെ തന്നെ വായു സഞ്ചാരവും പ്രദാനം ചെയ്യുന്നതോടൊപ്പം വേരോട്ടവും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പോഷകമൂല്യവും നഷ്ടപ്പെടുന്നത് തടയുവാനും സാധിക്കും. അപ്പോൾ അതിനായിട്ട് തെങ്ങിന് ചുറ്റും വൃത്താകൃതിയിൽ തടമെടുക്കുക. ഇത് 2 മീറ്റർ നീളത്തിലായിരിക്കണം എടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പരിപാലന മുറയാണ് പയറിടുക എന്നത്. അപ്പോൾ പയർ നിങ്ങൾക്കറിയാം, പയർ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് അന്തരീക്ഷത്തിലെ നൈട്രജനെ അതിൻ്റെ വേരുകളിലേക്ക് ഇതിൻ്റെ മുഴകളിൽ ട്രാപ്പ് ചെയ്ത് വയ്ക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ട്രാപ്പ് ചെയ്ത് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഏകദേശം 100 ഗ്രാം പയർ വിത്ത്, അത് 1-ാം തവണ വളമിട്ടതിന് ശേഷം 100 ഗ്രാം പയർ വിത്ത് കൂടി വിതയ്ക്കുക. അതിനുശേഷം പയർ ചെടിയിലെ 1-2 ചെടികൾ പൂക്കുവാൻ തുടങ്ങുമ്പോൾ അതെടുത്ത് പിഴുത് ചേർക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ ഏകദേശം 25 കിലോഗ്രാം ജൈവസമ്പത്തും അതുപോലെ 150 ഗ്രാം 175 ഗ്രാം വരെ നൈട്രജനും ഈ മണ്ണിൽ ചേർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 500 ഗ്രാമാണ് നൈട്രജൻ 1 വർഷത്തേക്ക് നൈട്രജൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഏകദേശം 150 ഗ്രാം നൈട്രജൻ ഈ പയർ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയാണ്. അതുകൂടാതെ ഏകദേശം 20-25 കിലോയോളം ജൈവസമ്പത്തും തെങ്ങിന് കിട്ടുകയാണ്. അപ്പോൾ ഈ 150 ഗ്രാം നൈട്രജൻ 500 ഗ്രാമിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ബാക്കി 350 ഗ്രാം നൈട്രജനാണ് തെങ്ങിന് വേണ്ടുന്നത്. അപ്പോൾ ഈ 350 ഗ്രാം നൈട്രജൻ എന്ന് പറയുന്നത് വേറെ കമ്പോസ്റ്റ് കൊടുക്കുന്നുണ്ട്, പച്ചില വളങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ ബാക്കിയുള്ള നൈട്രജൻ്റെ അളവ് മീറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പുരയിടത്തിലും പയർ വിത്ത് വിതയ്ക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. അപ്പോൾ മണ്ണ് പരിശോധനയുടെ രീതി അനുസരിച്ചുള്ള
വളരീതികളാണ് നമ്മൾ അപലപിച്ചിട്ടുള്ളത്. അപ്പോൾ മണ്ണ് പരിശോധനയിൽ നിന്ന് ലഭിച്ച സന്തുലിത രാസവള പ്രയോഗത്തിന് വേണ്ടിയിട്ട് മണ്ണ് പരിശോധന നടത്തണം. സന്തുലിത വളപ്രയോഗത്തിന് വേണ്ടിയിട്ട് മണ്ണ് പരിശോധന നടത്തണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങിൽ നിന്ന് എങ്ങനെയാണ് മണ്ണ് സാമ്പിൾ സംഘടിപ്പിക്കുക എന്നത് നോക്കാം. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ തടിയിൽ നിന്നും 1 മീറ്റർ അകലത്തിൽ ഏകദേശം 45 സെൻറ്റിമീറ്റർ എന്തെങ്കിലും ആഴത്തിൽ ഒരു കുഴിയെടുക്കണം. ഇംഗ്ലീഷ് അക്ഷരത്തിലെ വി ആകൃതിയിൽ വേണം കുഴിയെടുക്കാൻ. ആ വിയുടെ ഇരുവശങ്ങളിൽ നിന്നും, അതായത് 2 വശങ്ങളിലും നിന്നുമാണ് സൈഡിൽ നിന്നും ചുരണ്ടി മണ്ണെടുക്കണം. അല്ലാതെ കുഴിയിൽ നിന്നല്ല എടുക്കേണ്ടത്, സൈഡിൽ നിന്ന് ചുരണ്ടി മണ്ണെടുക്കണം. അതുപോലെ തന്നെ 2 ഭാഗത്തു നിന്നും മണ്ണെടുക്കണം. അങ്ങനെ ഒരു തടത്തിലെ മണ്ണിൻ്റെ പോഷക നിലവാരം നമുക്ക് തിട്ടപ്പെടുത്താനായി സാധിക്കും. അതുപോലെ തെങ്ങിൻ പുരയിടത്തിലെ പോഷക നിലവാരം നമ്മൾ തിട്ടപ്പെടുത്താനാണെങ്കിൽ 4 തെങ്ങുകളുടെ മധ്യത്തിൽ നിന്നും ഇതുപോലെ പി ആകൃതിയിൽ കുഴികളെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ സാമ്പിൾ ശേഖരിക്കാം. അതുപോലെ 3-4 ഇടങ്ങളിൽ നിന്നും കുഴികളെടുത്ത് അതിൽ നിന്നൊക്കെ സാമ്പിൾ എടുത്തതിന് ശേഷം ഇവ എല്ലാം കൂടി സംയോജിപ്പിക്കുക. ഇതിനെയാണ് സംയോജീകരണം എന്ന് പറയുന്നത്. അത് നമ്മൾ കൂട്ടിക്കുഴച്ച് ഒരു ചാക്കിലോ ടാർപ്പയിലോ ഇതൊന്ന് നിരത്തുക. അതിനുശേഷം അതിലൊരു പ്ലസ് എന്നൊരു അടയാളപ്പെടുത്തുക. എന്നിട്ട് എതിർവശത്തുള്ള 2 കോളങ്ങൾ ഒഴിവാക്കിയ ശേഷം വീണ്ടും ഒന്നുകൂടി സംയോജിപ്പിക്കുക. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ കോട്ടറിങ് എന്നാണ് പറയുന്നത്. അങ്ങനെ കോട്ടറിങ് ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമുക്ക് ഏകദേശം 1/2 കിലോഗ്രാമോളം മണ്ണ് സാമ്പിള് വേണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തണലത്ത് വേണം ഇത് ഉണക്കാൻ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ രാസവള പ്രയോഗം അടുത്തിടെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് സാമ്പിൾ എടുക്കരുത്. ഇപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ മുട്ടി വളം ചെയ്തതിന് ശേഷം അവിടെ നിന്നും സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ആ തോട്ടത്തിലെ പോഷക നിലവാരമായിരിക്കില്ല, ആ വളത്തിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മളെ വീടിനോട് ചേർന്ന ഭാഗങ്ങൾ അവിടെ നമ്മൾ എപ്പോഴും വളം കൊടുത്തുകൊണ്ടിരിക്കും. അതായത് അടുക്കള ഭാഗങ്ങളിലെ വെള്ളം, അതുപോലെ തന്നെ തുണി നനയ്ക്കുന്ന ഭാഗങ്ങളിലെ വെള്ളം, അങ്ങനെയൊക്കെ ലക്കുകല്ല് എന്നൊക്കെ വരുന്ന വെള്ളം, അതുപോലെ വളക്കുഴിയുടെ അടുത്ത് നിന്ന് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ സാമ്പിൾ എടുക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ സാമ്പിൾ ശേഖരിക്കുമ്പോഴും അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങളോ ഷീറ്റോ പോളിത്തീൻ ബാഗോ ഒക്കെ പിന്നെ വളങ്ങളൊന്നും പറ്റിയതായിരിക്കരുത്, ചാണകമോ ഒന്നും പറ്റിയതായിരിക്കരുത്. കാര്യം ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുരയിടത്തിൻ്റെ പോഷക നിലവാരം മാത്രമായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ ആ വളത്തിൻ്റെ ഒന്നും അംശം ഉണ്ടെങ്കിൽ നമുക്ക് നേരായ ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഒരു പുരയിടത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ സാമ്പിൾ ശേഖരിക്കാനായിട്ട്. അതാണ് തെങ്ങിൻ്റെ മണ്ണ് സാമ്പിൾ ശേഖരണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല ഉപകരണങ്ങളുണ്ട്. അതിനായി നമുക്ക് മൺവെട്ടി ഉപയോഗിച്ച് സാധാരണ രീതിയിലെടുക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പരീക്ഷണശാലകളിലാണെങ്കിൽ ഓഗർ എന്ന് പറയും, ഒരു നീളത്തിലുള്ള പൈപ്പാണ്. ആ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ സാമ്പിൾ എടുക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ പല ആഴത്തിൽ നമുക്ക് സാമ്പിൾ എടുക്കാനായി സാധിക്കും. ഇപ്പോൾ 25 സെൻറ്റിമീറ്ററിലോ 50 സെൻറ്റിമീറ്ററിലോ ഒക്കെ നമുക്ക് സാമ്പിൾ എടുക്കാനായി സാധിക്കും. അപ്പോൾ പല ഡെപ്തിൽ എങ്ങനെയാണ് പോഷക നിലവാരം എന്നുള്ളൊരു സാമ്പിൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെടുക്കുന്ന ഒരു പ്രദേശത്തിൻ്റെ ആ ഫ്ലോട്ടിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സാമ്പിൾ ശേഖരിക്കാനായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തടത്തിലെ ഫലഭൂയിഷ്ടി അറിയുന്നതിനായി തെങ്ങിൻ തടത്തിൽ നിന്നും 1 മീറ്റർ വിട്ട് ഇപ്രകാരം കുഴികളെടുത്ത് നമുക്ക് ചെയ്യാം. എന്നാൽ നമുക്ക് ഒരു പുരയിടത്തിൻ്റെ ആണെങ്കിൽ 4 തെങ്ങുകളുടെ ഇടയ്ക്ക് നിന്നും മധ്യത്തിൽ നിന്നും നമുക്ക് സാമ്പിൾ ശേഖരിക്കുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മണ്ണിൻ്റെ നമ്മളെ പരിശോധനാ രീതികളും അതുപോലെ തന്നെ തെങ്ങിൻ്റെ വളപ്രയോഗ രീതികളും. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായും കേൾക്കാൻ ആരും നിൽക്കില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. നിങ്ങൾ കൃഷിയെ സ്നേഹിക്കുന്ന ആളാണ്, അതുപോലെ തന്നെ ഒരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തും.